മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പെരുന്നാൾ സുദിനത്തിൽ ഇങ്ങനെയൊരു പരിപാടി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളികളെ നമുക്കെല്ലാവർക്കും സമ്മാനിച്ച മഹാനായ ആ ഗാനരചയിതാവിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്ത്യ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് റഫീഖാനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതും തന്നെ ഈദ് മുബാറക്. താങ്ക് യു. സെയിം ടു യു. സാറിൻ്റെ രണ്ടുപേരും പാടിയിട്ട് തന്നെ ഞാൻ ആയിക്കോട്ടെ. ഏതായാലും പെരുന്നാൾ സുദിനം പെരുന്നാളായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ആദാമിൻ്റെ മകൻ അബൂലൊരു പാട്ടുണ്ട്, മറ്റേ മക്ക മദീന, അതൊന്ന്. ഓക്കെ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ, പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ. പെരുന്നാളിൻ്റെ ഈ വേളയിൽ ഈ ഒരു പാട്ട് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്നത് തന്നെ ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച് നടക്കാതെ പോകുന്ന ഒരാളുടെ കഥയാണ്. ഈ സന്ദർഭത്തിൽ ആ പാട്ട് പാടിയത് വളരെ രസകരമായിട്ടുള്ള. അത് മാത്രമല്ല നമ്മുടെ സലീം കുമാറിന് ദേശീയ അവാർഡും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും നമുക്ക് ദേവരാജ മാഷിലേക്ക് തന്നെ വരാം. കാരണം താങ്കളുടെ ഗുരുവാണ് ആദ്യം തന്നെ അത് പറയേണ്ടത്. അത് അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹത്തെ കൂടെ എത്ര കാലം ഉണ്ടായിരുന്നു? ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഒരു 14-15 വർഷം ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശാഠ്യക്കാരനാണ്, വളരെ ഒരു നിർബന്ധ ബുദ്ധിക്കാരനാണെന്നൊക്കെ കിട്ടുന്നത്. അത് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രം. അത് കഴിഞ്ഞ് അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യൻ വേറെയില്ല. സംഗീതത്തിൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്യാറില്ല. പിന്നെ ദേവരാജ് മാസ്റ്റർ പാട്ടുകൾ മിക്കവാറും എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും എല്ലാ പാട്ടുകളും അറിയാം, വളരെ പരിചിതമാണ്. പക്ഷെ ചില അത്ര പ്രശസ്തമല്ലാത്ത കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തമ്പി സാർ എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, കണ്ണുനീർ കായലിലെ, അങ്ങനെയുള്ള ചില പാട്ടുകളുണ്ട്. അതൊക്കെ പിന്നെ അതിൻ്റെ രണ്ടുപേരും ഒന്ന് മൂളിയാൽ നന്നായിരിക്കും. കണ്ണുനീർ കായലിലെ കണ്ണില്ല നങ്കകളെ, കതിരൊളി കാണാത്ത കദളിപ്പൂവിതളുകളെ, എന്നു കാണും ഇനി നീ എന്നു കാണും. കണ്ണുനീർ കായലിലെ കണ്ണില്ല നങ്കകളെ. സാർ ആദ്യമായിട്ട് എഴുതിയ ഗാനം ഏതായിരുന്നു? ആദ്യമായിട്ട് ഗർഷോമിലെ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്നുള്ള പാട്ട്. അതിൽ രമേശ് നാരായണൻ്റെ സംഗീതം, അദ്ദേഹം ആദ്യമായിട്ട് സിനിമ സംഗീതം അതാണെന്ന് എനിക്ക് തോന്നുന്നു. പറയാൻ മറന്ന പരിഭവങ്ങൾ ആദ്യത്തെ പാട്ട്. നമ്മുടെ ഈ മലയാളത്തിൽ പിന്നെ കേരളീയ സമൂഹത്തിലെ ഇപ്പോൾ ഒരുപാട് വ്യത്യസ്ത സമുദായങ്ങളും ജാതികളും മതങ്ങളൊക്കെയാണ്. പലർക്കും ഓരോ സമുദായത്തിനും അതിൻ്റേതായിട്ടുള്ള ചില സംഗീത പാരമ്പര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു സംഗീതം എന്ന് പറയുന്നത് ചലച്ചിത്രഗാനങ്ങൾ തന്നെയാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ അതിൽ ഈ പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഗാനപാരമ്പര്യം എന്ന് പറയുന്നത് ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ട്. മറ്റ് പലതും മറ്റ് സമുദായങ്ങളുടെയൊക്കെ പല പാട്ടുകളും ഇതേപോലെ പിന്നെ കാലത്തിൻ്റെ പ്രവാഹത്തിൽ അപ്രസക്തമല്ല, അത്ര ഇതാവാതെ നിന്നപ്പോഴും ഈ മാപ്പിളപ്പാട്ടുകൾ സ്വയം നവീകരണത്തിന് വിധേയമാവുകയും അത് ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുകയും പാട്ടുകളിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തു. നമ്മുടെ സിനിമ ഗാനങ്ങളിലൊക്കെ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൽ ഭാസ്കരൻ മാഷും രാഘവൻ അതുപോലെ ബാബുക്ക ഇവരൊക്കെ തന്നെ അതിൽ
ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന ഒരു പക്ഷേ അതിൻ്റെ ഒരു വേരുകൾ തേടി പോകുമ്പോൾ ചിലപ്പോൾ ഹിന്ദുസ്ഥാനിയൊക്കെ ആയിരിക്കുമല്ലേ, ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ പേർഷ്യൻ സംഗീതമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് തന്നെ ഉണ്ട് അതിനകത്ത് അതെ അതെ, അതിപ്പോ ഹിന്ദുസ്ഥാനി ആ രാഗത്തില് ആദിൽ വചനമുണ്ടായി ബാബുരാജിന്റെ. അതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അപ്പം ഈ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുസ്ഥാനി സംഗീതം ഹിന്ദി പാട്ടുകളോടൊക്കെ തന്നെ നമുക്ക് മലയാളിക്ക് ഒരു അന്യമായിട്ടുള്ള ബോധമല്ല, നമ്മുടെ സംഗീതം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ റഫി സാഹിബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യഭാഷാ ഗായകനായിട്ടൊന്നും മലയാളി കണക്ക് അദ്ദേഹം മലയാളം പാട്ട് പാടിയിട്ടില്ല, മറ്റു പലരും പാടിയിട്ടുണ്ട്, സിനിമ പാടിയിട്ടുണ്ട്. ഏതായിരുന്നു അത്? പക്ഷെ അത്ര അത് വന്നില്ല അല്ലേ. പിന്നെ ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ ഇവരൊക്കെ പാടി. പക്ഷേ റഫി സാഹിബിൻ്റെ അങ്ങനത്തെ ഒരു പാട്ട് ഇല്ല. പക്ഷെ എന്നാലും മലയാളിക്ക് എപ്പോഴും ഒരു സ്വന്തം ഗായകൻ എന്നുള്ള നിലയ്ക്കാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഒന്ന് പാടി ഏതെങ്കിലും പാട്ട്. वो जब याद आए बहुत याद आए, वो जब याद आए बहुत याद आए, गमे जिंदगी के अंधेरे में हमने चरागे मोहब्बत जलाए बुझाए, वो जब याद आए बहुत याद आए. ഇന്നിപ്പോൾ നമ്മൾ ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതണം, അങ്ങനെയല്ലേ? അതെ അതെ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. പണ്ടും കുറേയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പലതും പിന്നെ ഒരു കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് എഴുതുന്ന ആൾക്കാണ് കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ഉത്തരവാദിത്തോട് ചെയ്യുന്ന ഒരാൾക്ക് വളരെ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിന് സൗകര്യങ്ങളുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കേണ്ട ഓൾറെഡി ഒരു ഫ്രെയിം ഉള്ളത് കൊണ്ട് അതിന് അകത്തേക്ക് നമ്മുടെ ഭാവനയെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ചില സൗകര്യങ്ങളുണ്ട്, അതേസമയം ഈ പറഞ്ഞ പോലെ ചില പരിമിതികളുണ്ട്. ശരിക്കും കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പാട്ട് വളരെയധികം മോശമാവും. അല്ല, അപ്പോൾ സാർ ഇഷ്ടപ്പെടുന്ന ഏതൊരു കാലഘട്ടം? എനിക്ക് ഞാൻ മെലഡികളുടെ ഒരു ആരാധകനാണ്. എനിക്ക് പലപ്പോഴും ഈ എഴുതി ട്യൂൺ ചെയ്യുന്ന പാട്ടുകളോടാണ് എനിക്കെപ്പോഴും ഇഷ്ടമുള്ളത്. പക്ഷേ മറ്റേത് നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അത് ചെയ്യേണ്ടി വരും. അതിലിപ്പോൾ നല്ല പാട്ട്, പല പാട്ടുകൾ നമ്മളിപ്പോൾ പഴയ നല്ല ഒരുപാട് പാട്ടുകൾ അങ്ങനെ ട്യൂൺ ചെയ്ത് എഴുതിയിട്ടുള്ള പാട്ടുകളുണ്ട്. ഇപ്പോൾ സെൽദാക്ക് അങ്ങനെ തന്നെയല്ല മുഴുവൻ ചെയ്തിട്ടുള്ളത്. സെൽ ചൗധരിയുടെ പാട്ടുകൾ മുഴുവൻ അങ്ങനത്തെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കാതിൽ തേൻമഴയായി എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് പിന്നെ എഴുതിയ പോലെ തന്നെയാണ്, എഴുതി ട്യൂൺ ചെയ്ത പോലെ തന്നെയാണ് അതൊക്കെ വരുന്നത്. രാഘവൻ മാസ്റ്ററിൻ്റെ എടുത്താൽ മതി. മലയാള നീലക്കുയിലിൽ അദ്ദേഹം തുടങ്ങുമ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരുമ്പോൾ അത് അന്ന് പുതിയതാണത്. അന്നത്തെ കാലത്ത് അതുണ്ടായിരുന്ന ഒരു സംഗീതത്തിൻ്റെ രീതികളെ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള പുതിയൊരു സാധനം കൊണ്ടുവരികയാണ്. ബാബുരാജ് വരുമ്പോഴും അങ്ങനെ തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. അത് മാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ വയലാർ കൂടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വരി മാറ്റേണ്ടി വന്നാൽ അത് മാസ്റ്ററോട് തന്നെ പറയുമായിരുന്നു, അത് മാറ്റിക്കോളാൻ പറയും. അങ്ങനെ ഒരു കൂട്ടായ്മ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വല്ല ഈ സാറിൻ്റെ അനുഭവത്തിലുണ്ടായിരുന്നു? പലപ്പോഴും അങ്ങനെ വേണ്ടി വരാറുണ്ട്. അപ്പോൾ പക്ഷേ ഒരു കൺസൾട്ടേഷനിലേ ചെയ്യാറുള്ളൂ. ഒരു പൂർണ്ണമായിട്ട് അധികാരം വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം അതായത് ഇപ്പോൾ ഒരു പാട്ടുകാരൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കമ്പോസ് ചെയ്തിട്ട് ട്യൂണ് എഴുത്തുകാരനിക്ക് ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പല്ലവി വന്നു. പല്ലവി ദാസ് പാട്ടുകാരൻ പാടിക്കഴിഞ്ഞു. അനുപല്ലവിക്ക് വേണ്ടി ഫോൺ ബെല്ലടിക്കാൻ കാത്തിരിക്കുക. സത്യമാണോ? സ്റ്റുഡിയോയിൽ അല്ല, അതൊക്കെ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. എനിക്കത്ര തിക്താനുഭവങ്ങൾ അധികം ഇല്ല. പിന്നെ മാറ്റേണ്ടി വരാറുണ്ട് പലപ്പോഴും, ഒരുപാട് മാറ്റങ്ങൾ വേണ്ടി വരാറുണ്ട്. പക്ഷെ അതങ്ങനെ പരിപൂർണമായിട്ട് ഇപ്പോൾ ഒരു സംഗീത സംവിധാനം മിക്കവാറും ആൾക്കാരൊക്കെ അതിൻ്റേതായിട്ടൊരു വാക്കുകളോടുള്ള ആദരവ് കാണിക്കാറുണ്ട്. അവർ ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളൂ. ഇങ്ങനെ മാറ്റാൻ പറ്റുമോ, ഒരു വാക്ക് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീരെ ഭാഷയെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ അവരൊന്നും. കാലഘട്ടത്തിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ സിനിമ, അന്നത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ സാഹിത്യപ്രധാനമായിട്ടുള്ള സിനിമകളായിരുന്നു. സാഹിത്യകൃതികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിനിമകളാണ് വന്നിരുന്നത്. സിനിമയുടെ വ്യാകരണം എന്ന് മാറി. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഈ മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ഇപ്പോൾ ആത്മവിദ്യാലയമേ പോലെ പാട്ട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു സിനിമയിൽ വെക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പാട്ട് വരുന്നത്. സിനിമയുടെ തന്നെ രീതികളും ഭാവങ്ങളൊക്കെ മാറി നിലയ്ക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് അർജുന മാസ്റ്റർ സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ഗാനങ്ങൾ. ഇതുവരെ അർജുന മാസ്റ്റർക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ്, ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. ഒരിക്കലും ഒരു പാട്ട് കേട്ടപ്പോൾ പണ്ട് ദാസേട്ടൻ പറഞ്ഞു ഈ പ്രാവശ്യത്തെ അവാർഡ് മാസ്റ്റർക്കാണ്ട്, ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം. പക്ഷെ ആ പ്രാവശ്യം അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഈ അർജുൻ മാഷ്
ഇപ്പോൾ അർജുൻ മാഷ്ക്ക് അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ അടുത്താണ് അത് മനസ്സിലാക്കിയത്. നമ്മൾ അവരൊന്നും അവാർഡിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ വയലാറിന് എത്ര അവാർഡ് കിട്ടിയെന്ന് എനിക്കറിയില്ല, ഭാസ്കരൻ മാഷ്ക്ക് എത്ര അവാർഡ് കിട്ടി അറിയില്ല. ഒരുപക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളൊരിക്കലും അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല. അത് കൊടുക്കുന്നത് ഒരു പിന്നെ നമ്മളവർക്ക് കൊടുക്കുന്നൊരു അംഗീകാരം, ഒരു ബഹുമാനം എന്നുള്ള നിലയ്ക്കല്ലാതെ അത് അവരെ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അല്ല, എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമല്ല, അവാർഡിനെ കുറിച്ചൊന്നും അമിതമായിട്ടുള്ള ഒരു വേവലാതിയുടെ ആവശ്യമേ ഇല്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. എനിക്ക് അവാർഡ് കിട്ടിയാൽ സ്വീകരിക്കും, കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ ഇന്നിപ്പോൾ മലയാളത്തിൽ സംഗീത സംവിധായകരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ ദക്ഷിണാമൂർത്തി സ്വാമി ആയിരിക്കും അല്ലേ? ഞാൻ കുറച്ച് മുമ്പ് അദ്ദേഹത്തിനെ ആദരിക്കുന്നൊരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വേദിയിലേക്ക് വന്നിട്ടേ, സാധാരണ നമ്മളൊക്കെ ഇപ്പോൾ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അധ്യക്ഷന് നമസ്കാരം അല്ലെങ്കിൽ സദസ്സിന് നമസ്കാരം എന്നൊക്കെയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് സർവ്വചരാചരങ്ങൾക്കും നമസ്കാരം എന്നാണ്. എനിക്ക് ഭയങ്കര ഒരു തോന്നി. അത്രയും ആ ഒരു സംഗീതത്തിലൂടെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒക്കെ അങ്ങേയറ്റത്തെ ഒരു ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് എത്തിയിട്ടുള്ളൊരു മനുഷ്യന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സർവ്വചരാചരങ്ങൾക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ വളരെ ആ പ്രായമൊന്നും നമുക്ക് തോന്നില്ല. അദ്ദേഹമായിട്ടൊക്കെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ ഒരു സ്വീകരണം ഇതേപോലെ ഒരു ആദരം ഉണ്ടായിരുന്നത്. അന്ന് 2 പാട്ട് ഞാനന്ന് അവിടെ പാടിയിരുന്നു. പുള്ളി കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഏതായാലും ആ ഒരു ഓർമ്മയൊന്ന് നമുക്കൊന്ന് ആ പാട്ട് പാടിക്കൊണ്ട് തന്നെ ഒന്ന് എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ, എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ, എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ, എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ. ഹിന്ദി പാട്ടുകളല്ല അധികം. ഞാനിങ്ങനെ ഇവിടെ ഒരു ഹോട്ടലിൽ പാടുന്നുണ്ട്, വുഡ്സ്മാനർ എന്ന് പറയാനായിട്ട്. അവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് പാട്ട് കേൾക്കാനായിട്ട് വരുന്നത്, പഴയ ഹിന്ദി സോങ്സുകൾ. അതിലിപ്പോൾ പിന്നെ ഹേമന്ത് കുമാർ എന്ന് പറഞ്ഞൊരു ഗായനുണ്ടല്ലോ, പക്ഷേ റഫി സാഹിബിനോടൊപ്പം തന്നെ ആ ഒരു സമശീർഷനായിട്ട് നിൽക്കുന്ന ശബ്ദമാധുര്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടാറുണ്ടെന്ന് എനിക്കറിയാം. അത് ഏതെങ്കിലും ഒരു പാട്ട് പാടാം. न तुम हमें जानो न हम तुम्हें जाने, मगर लगता है कुछ ऐसा मेरा हमदम मिल गया. न तुम हमें जानो न हम तुम्हें जाने, मगर लगता है कुछ ऐसा मेरा हमदम मिल गया. സാറിൻ്റെ ഇപ്പോൾ രാക്ലി എന്നുള്ള പാട്ട് ജയേന്ദ്ര സാർ കമ്പോസ് ചെയ്തൊരു സാധനം. ഇത് കമ്പോസ് സമയത്ത് സാറിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ? ഇത് പിന്നെ സംഗീതം ചെയ്തതിന് ശേഷം എഴുതിയിട്ടുള്ളതാണ് പാട്ട്. ആദ്യം ട്യൂൺ ചെയ്തിട്ടാണ് ഇത് എഴുതുന്നത്. ഇതിൻ്റെ കുറേ കഥകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം എഴുതിയ പിന്നെ ഈ ട്യൂൺ അനുസരിച്ചൊരു പാട്ട് എഴുതി. അപ്പോൾ കമൽ സാർ അതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞാൽ എന്താ വെച്ചാൽ അതൊരു കുറേ കടുപ്പം കൂടിപ്പോയി, ഇത്ര കടുപ്പം വേണ്ട ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2 മാറ്റി എഴുതുക ചെയ്തത്. ഇപ്പോഴത്തെ പാട്ടല്ല ആദ്യം എഴുതിയത്, പിന്നീട് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളൊരു രീതിയിൽ ചെയ്യുക ചെയ്തത്. ഒരു ഹിന്ദി പാട്ട് അങ്ങനത്തെ ഇതേ ഒരു രാഗത്തിലുണ്ട്. രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം, കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം, ഒരു വേനലിൻ വിരഹഭാഷ്പം, ജലതാളമാർന്ന മഴക്കാലം, ഒരു തേടല മഴക്കാലം, രാക്കിളി തൻ
വഴിമറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടല മഴക്കാലം രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം. ഹിന്ദി പാട്ടുകളിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇപ്പോൾ തലത്തിൻ്റെ പാട്ടുകളുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ എപ്പോഴും തോന്നാറുള്ളത് ഇങ്ങനെ ഈ നല്ല നിലാവും മഞ്ഞൊക്കെയുള്ള രാത്രി, ആ രാത്രിക്ക് ഒരു ശബ്ദം ഉണ്ടെങ്കിൽ അത് തലത്തിൻ്റെ ശബ്ദമായിരിക്കും തോന്നാറുണ്ട്. അത്രയും മറ്റേ തലത്തേഹെ എന്നുള്ള പാട്ടൊക്കെ. തസ്വീർ ബനാതാ ഹൂം തസ്വീർ നഹീ ബൻതി तस्वीर नहीं बनती तस्वीर बनाता हूँ तस्वीर नहीं बनती तस्वीर नहीं बनती एक ख्वाब सा देखा है ताबीर नहीं बनती ताबीर नहीं बनती तस्वीर बनाता हूँ तस्वीर नहीं बनती तस्वीर नहीं बनती. നമ്മുടെ വേറൊരു വലിയ ഗായകനുണ്ടല്ലോ, കിഷോർ കുമാർ. അദ്ദേഹം ഗായകൻ മാത്രമല്ല, ആക്ടറാണ്, മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം മലയാളത്തിലും പാടിയിട്ടുണ്ട്. മലയാളത്തിൽ പാടിയിട്ടുള്ള പാട്ട് ദേവരാജ മാഷല്ലേ അതിൻ്റെ ABCD. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഈ അപ്പങ്ങളുടെ പാട്ടുണ്ടല്ലോ, അപ്പങ്ങളെമ്പാടും എന്നൊക്കെയുള്ളൊരു പാട്ട്, നമ്മൾ അതിനെപ്പറ്റിയൊക്കെ കുറേ വിമർശനങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പാട്ടാണത്. ഒരു അടിപൊളി പാട്ടാണ്, പ്രത്യേകിച്ച് വലിയൊരു സാഹിത്യ ഗുണമുള്ള പാട്ടൊന്നുമല്ല, പക്ഷേ ഒരുപാട് ആ കാലത്ത് ആളുകൾക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹം പിന്നെ ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്. മലയാളത്തിൽ ഈ പാട്ട് മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ? അദ്ദേഹത്തിന് തന്നെ വേറെ ഉണ്ട്. ഓ ശാം കുച്ച് അജീബ് ഥി ചിങ്കാരി. ഒന്ന് പാടല്ലേ സാറേ? പറഞ്ഞപ്പോൾ തന്നെ സാറ് ചാടി വീണു. ചിങ്കാരി കോയി ഭടകേ तो सावन उसे बुझाए सावन जो अग्न लगाए उसे कौन बुझाए. चिंगारी कोई भड़के तो सावन उसे बुझाए सावन जो अग्न लगाए उसे कौन बुझाए हो उसे कौन बुझाए. ചില സ്പിരിറ്റിൽ ഒരു കവിത സാറിൻ്റെ മരണമെത്തുന്ന നേരത്ത് അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ട് അത് കവിതയാണ്, കവിത എഴുതിയതാണ്. അപ്പോൾ പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വരികൾ വേണമെന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ കവിത അദ്ദേഹത്തിനെ കൊടുത്ത് ഈ കവിത ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അദ്ദേഹം അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇന്നത്തെ ഒരു സിനിമയിലൊക്കെ അങ്ങനെ ഒരു പാട്ട് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം സിനിമ ഒരുപക്ഷെ സിനിമയുടെ പിന്നെ സ്വഭാവത്തോട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ ഈ കവിത ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംവിധായകൻ്റെ ഒരു വലിയ കഴിവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചലച്ചിത്ര ഗാനങ്ങൾക്ക് അതിൻ്റെതായിട്ട് ചില പരിമിതികളുണ്ട്. കാരണം സിനിമയുടെ ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതാണല്ലോ. അതിനപ്പുറത്തുള്ള ഒരു ഗാനാവിഷ്കാരം എന്ന് പറയുന്ന കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ ലളിത ഗാനങ്ങളുണ്ട്. അതിൽ കുറേയും കൂടി സ്വതന്ത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എഴുതുന്ന ഒരാളുടെ
പിന്നെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ലളിതഗാനങ്ങളും പണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ലളിതഗാനങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പണ്ട് പാടിയ പാട്ടിലൊരു ഒരെണ്ണം വീണ്ടും ഓർക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട്. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ. മുകേഷിന്റെ പാട്ടുകൾ അതൊരു വളരെ വൈവിധ്യമുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ അല്ലേ. വോയിസും ഒരു പ്രത്യേകത, ഒരു വ്യത്യസ്തമായിട്ടുള്ള വോയിസും. സുഹാന അത് രണ്ടുപേരും ഓർമ്മിക്കാൻ നമുക്ക് ആ പാട്ടുകൾ. അതെ 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 അതെ. അല്ല ഈ ഒരു 4 വരി അവർക്കുള്ള ട്രിബ്യൂട്ടായിട്ട് सुहाना सफर और ये मौसम हसी, सुहाना सफर और ये मौसम हसी, हमें डर है हम खो न जाए कहीं, सुहाना सफर और ये मौसम हसी. ഒരു മട്ടാഞ്ചേരിക്കാരെന്നുള്ള നിലയ്ക്ക്, കൊച്ചിക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് മെഹബൂബായുടെ. അദ്ദേഹത്തിൻ്റെ പേരിലൂടെ ക്ലബ്ബൊക്കെ അല്ലേ, ഒരുപാട് ആരാധകർ അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ട് മറ്റേതാണ്, ആ മാനൊന്നും വിളിക്കില്ല പാട്ട്. അത് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാട്ട്. ജീവിതമൊരു ഗാനം, അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. ജീവിതമൊരു ഗാനം, അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. ജീവിതമൊരു ഗാനം, നിങ്ങൾക്കായി നാം ഒരുക്കി വയ്ക്കാം ഒരു മലർവാടി, നമ്മൾക്കൊരുമിച്ചവിടെ കൂടാം, മധുവിധു കൊണ്ടാടാം. മറഞ്ഞിടല്ലേ എൻ്റെ മുന്നിൽ നിന്നും, മറന്നിടല്ലേ എൻ്റെ പ്രേമഗാനം. ജീവിതമൊരു ഗാനം, അതിമോഹന മധുപാനം, സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. സുന്ദരാംഗിമാരെ നിങ്ങൾക്കെന്തിനാണ് നാണം. അപ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ പാടിയിട്ട് ഈ വേളയെ വളരെ ധന്യമാക്കി താങ്കൾ. ഒരുപാട് സന്തോഷമുണ്ട്. മറന്നു കിടന്ന ഒരുപാട് പാട്ടുകൾ, മറക്കാൻ പാടില്ലാത്ത പാട്ടുകളൊക്കെ പാടി. അതിലെല്ലാം ഉപരി എനിക്ക് കിട്ടാവുന്ന വലിയൊരു അംഗീകാരമാണ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള ഒരു രചയിതാവിൻ്റെ കൂടെ ഇരുന്ന് ഒരേ വേദിയിലിരുന്ന് പാടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. അതിന് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോട് അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ സാധിച്ചത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. താങ്ക് യു. मगर हंसी जब से देखा मैंने तुझको, मुझको शायरी आ गई. मैं आशिक तो नहीं मगर हंसी, जब से देखा मैंने तुझको, मुझको आशिकी आ गई. मैं शायर